അങ്ങനെ T20 പരമ്പരയിലെ നാലാമത്തെ മത്സരം ന്യൂസിലൻഡിനെതിരെ ഇന്ത്യ പരാജയപ്പെടുന്നു. കഴിഞ്ഞ മത്സരത്തിലെ വിജയത്തോടുകൂടി ഇന്ത്യ പരമ്പര വിജയിച്ചതാണ്. എനിവേ നാലാമത്തെ മത്സരത്തിൽ അതുകൊണ്ടാണോ എന്നറിയത്തില്ല, ചില പരീക്ഷണങ്ങൾ നടത്തുമ്പം വേൾഡ് കപ്പ് വരികയാണല്ലോ, അപ്പോൾ അതിനോടനുബന്ധിച്ചിട്ടുള്ള പരീക്ഷണങ്ങളാണോ എന്നൊക്കെയുള്ളത് അറിയത്തില്ല. അപ്പോൾ ആ തരത്തിലാണ് ഇന്ത്യ ഒരു 11 പ്രഖ്യാപിച്ചപ്പോൾ ഉണ്ടായിരുന്നത്. കാരണം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം 5 സ്പെഷ്യലിസ്റ്റ് ബോളേഴ്സിനെ കളിപ്പിക്കാമെന്ന് പറയുന്നൊരു തീരുമാനം. എനിവേ ഇന്ത്യക്ക് ടോസ് കിട്ടി, ഇന്ത്യ ഫീൽഡ് ചൂസ് ചെയ്തു. ന്യൂസിലൻഡിന് എതിരെ ബോൾ ചെയ്യാനിപ്പം 5 സ്പെഷ്യലിസ്റ്റ് ബോളേഴ്സായിട്ട് ഇറങ്ങുമ്പോഴത്തേക്കും തീർച്ചയായിട്ടും ഇന്ത്യക്ക് ബോളിങ്ങിൽ പിടിക്കുക എന്ന് പറയുന്നൊരു കാര്യം അവിടെ തന്നെ ഉണ്ട്. കാരണം ബാറ്റേഴ്സിൻ്റെ കാര്യത്തിലേക്ക് വരുമ്പോഴത്തേക്കും ഒരാളുടെ ഒരു എണ്ണത്തിലൊരു കുറവുണ്ട് എന്ന് പറയുന്നൊരു സാഹചര്യമാണുള്ളത്. പക്ഷേ ന്യൂസിലൻഡ് ഒരു കിടിലൻ ഇന്നിങ്സാണ്. 215-7 എന്ന് പറയുന്ന ഒരു നല്ല സ്കോർ ബിൽഡ് ചെയ്തു എന്നുള്ളതാണ്. അതും തുടക്കം മുതൽ തന്നെ അടിയോടടി തന്നെയാണ്. ആദ്യത്തെ ഇപ്പം പ്രത്യേകിച്ച് പവർ പ്ലേയിലാണെങ്കിലും ഏതാണ്ട് 8 ഓവറിൽ തന്നെ 100 റൺസ് കടക്കുന്ന സിറ്റുവേഷൻസിലൊക്കെ പോയിരുന്നു. അപ്പം ഒരു വെടിക്കെട്ട് പെർഫോമൻസ് തന്നെയാണ്. ഇപ്പം കഴിഞ്ഞ മത്സരത്തിൽ നമ്മൾ അഭിഷേക് ശർമ്മയെ എങ്ങനെയാണോ ബാറ്റ് ചെയ്തത് ആ തരത്തിലാണ് ഇപ്പോൾ സെയ്ഫർട്ടിൻ്റെ ബാറ്റിംഗ് പെർഫോമൻസ്. കിടിലൻ ഇന്നിങ്സാണ്. 36 പന്തിൽ 62 റൺസ് എടുത്തു. അതുപോലെ തന്നെ കോൺവേ ആദ്യം അദ്ദേഹത്തിന് സ്ട്രൈക്ക് കിട്ടുന്നില്ലായിരുന്നെങ്കിലും പിന്നീട് അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്നും മികച്ച ബാറ്റിംഗ് പെർഫോമൻസ് 23 പന്തിൽ 44 എന്ന് പറയുന്ന ഒരു ഇന്നിങ്സ് കാണാനായിട്ട് സാധിച്ചു. പക്ഷേ ഞാൻ ആ ഒരു 8 ഓവർ ഘട്ടത്തിൽ നിൽക്കുന്ന സമയത്ത് 100 എടുത്തു. മിക്കവാറും ഒരു 240 ആ റേഞ്ചിലേക്കൊക്കെ പോകുമെന്ന് പ്രതീക്ഷിച്ചു. കാരണം ആ രീതിയിൽ വിക്കറ്റും പോയിട്ടില്ല, ആ ഒരു പെർഫോമൻസ് ആയിരുന്നല്ലോ വന്നത്. പക്ഷേ പിന്നീട് ഈ പറഞ്ഞ ഇടവേളകളിലൊക്കെയുള്ള വിക്കറ്റ് നഷ്ടമായതും പിന്നെ ആ ഒരു പേസ് ഒന്ന് കുറഞ്ഞു വന്നു, ആ ഒരു റൺസ് വരുന്നൊരു ഒരു ഇതിൽ ഒരു കുറവ് സംഭവിച്ചു എന്നുള്ളതാണ്. പിന്നീട് അവസാനത്തെ ഓവേഴ്സിലാണ് ഡാരി മിച്ചൽ ആണ് അടിച്ച് ഈ പറഞ്ഞൊരു സ്കോറിലേക്കൊക്കെ എത്തിച്ചത്. അതല്ലെങ്കിൽ ഞാൻ വിചാരിച്ചു പിന്നെ ഒരു 200 കടക്കുമായിരിക്കും, അല്ലെങ്കിൽ ആ ഒരു ലെവലിലേക്കൊക്കെ എത്തുകയാണെന്നുള്ളതാണ്. പക്ഷേ 215 എന്ന് പറയുന്നൊരു സ്കോറിലേക്കൊക്കെ എത്തിക്കാനായിട്ട് സാധിച്ചു എന്നുള്ളതാണ്. ഈ ഒരു മത്സരത്തിൽ ഇപ്പം ബോളിംഗ് പെർഫോമൻസ് നോക്കുന്ന സമയത്ത് അർഷദീപ് തിരിച്ചു വന്നു. 4 ഓവർ എറിഞ്ഞ് 33 റൺസേ വിട്ടു കൊടുത്തുള്ളൂ. 2 വിക്കറ്റുകൾ സ്വന്തമാക്കി. നല്ല പെർഫോമൻസ് നമുക്ക് കാണാൻ സാധിച്ചു. ബുംറ 4 ഓവർ 38 റൺസ് വിട്ടുകൊടുത്തിട്ടാണ് ഒരു വിക്കറ്റ്. രവി ബിഷ്ണോയ്ക്ക് നല്ല അടി കിട്ടി. അത് പ്രത്യേകിച്ച് ആദ്യത്തെ ഓവർ തന്നെ നല്ല സ്കോർ വഴങ്ങേണ്ടി വന്നു. ഇപ്പം 49 റൺസാണ് 4 ഓവറിൽ, ഒരു വിക്കറ്റാണ്. കുൽദീപ് 4 ഓവർ 39 റൺസ് വിട്ടുകൊടുത്ത് 2 വിക്കറ്റ്. പക്ഷേ ഇന്ന് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നല്ല രീതിയിൽ പണി കിട്ടിയത് അർഷിത് റാണയ്ക്കാണ്. കാരണം 4 ഓവർ എറിഞ്ഞ് വിക്കറ്റും ഇല്ല, 54 റൺസാണ് വിട്ടു കൊടുക്കേണ്ടി വന്നത്. പിന്നെ റിങ്കു സിംഗിൻ്റെ പെർഫോമൻസ്, റിങ്കു സിംഗിൻ്റെ 4 കിടിലൻ ക്യാച്ചുകളും ഈ ഒരു മത്സരത്തിൽ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. എനിവേ ഇന്ത്യയിലേക്ക് വരുന്ന സമയത്ത് കഴിഞ്ഞ മത്സരത്തിലേതുപോലെ ആദ്യത്തെ ബോളിൽ തന്നെ വിക്കറ്റ് നഷ്ടമാകുന്നു. അഭിഷേക് ൻ്റെ വിക്കറ്റ് നഷ്ടമാകുന്നൊരു സിറ്റുവേഷനാണ് ഉണ്ടായത്. ഇപ്പം അഭിഷേക് ശർമ്മ കഴിഞ്ഞ മത്സരത്തിൽ ഏത് പെർഫോമൻസാണ് നടത്തിയതെന്ന് നമ്മൾ കണ്ടതാണ്. അപ്പോൾ കഴിഞ്ഞ മത്സരത്തിൽ സഞ്ജുവിന് സംഭവിച്ചതുപോലെ തന്നെ ആദ്യത്തെ ഓവറിൽ ആദ്യത്തെ ബോൾ ഫേസ് ചെയ്യുന്ന സിറ്റുവേഷനിൽ തന്നെ അഭിഷേക് ശർമ്മയുടെ വിക്കറ്റ് നഷ്ടമായി. അതൊരു ബിഗ് ഹിറ്റിന് ആദ്യ ബോൾ തന്നെ ശ്രമിച്ചതാണ്. അപ്പം സഞ്ജുവിൻ്റെ ഭാഗത്ത് നിന്ന് ഈ ഒരു മത്സരത്തിലേക്ക് വരുമ്പോഴത്തേക്കും ഒരു നല്ല ഇന്നിങ്സ് വരും എന്നൊക്കെയുള്ള പ്രതീക്ഷകളുണ്ടായിരുന്നു. അപ്പം സൂര്യകുമാർ യാദവിൻ്റെ ആണെങ്കിലും വിക്കറ്റ് പിന്നെ നഷ്ടമായി. പിന്നെ റിങ്കു സിംഗും സഞ്ജുവും കൂടി ഇങ്ങനെ ബിൽഡ് ചെയ്ത് വരുന്നൊരു സിറ്റുവേഷൻ ആയിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷേ 15 പന്തിൽ 24 ഒരു കുറ്റി തെറിച്ച് നഷ്ടമായി. അപ്പം അങ്ങനെ ഈ ഒരു സീരീസിൽ വീണ്ടും സഞ്ജുവിന് ആ ഒരു നല്ല ഇന്നിങ്സ് കാഴ്ചവെക്കാനായിട്ട് സാധിക്കുന്നില്ല എന്ന് പറയുന്നൊരു സാഹചര്യമാണുള്ളത്. ഇനിയിപ്പം ട്രിവാൻഡ്രം മാച്ചിൽ നമുക്ക് നോക്കാം. പിന്നെ റിങ്കു സിംഗ് 30 പന്ത് 39 എന്ന് പറഞ്ഞിട്ട് അദ്ദേഹത്തിൻ്റേതായിട്ടുള്ള രീതിയിൽ ഒന്ന് പൊരുതാനായിട്ട് സാധിച്ചു എന്നുള്ളതാണ്. പിന്നെ ഈ ഒരു മത്സരത്തിൽ സത്യം പറഞ്ഞപ്പം ഹാർദിക് പാണ്ഡ്യയ്ക്കാണെങ്കിലും ഒന്നും കാര്യമായിട്ടൊന്നും ചെയ്യാൻ പറ്റിയില്ല. വന്ന പലർക്കും ഒന്നും ചെയ്യാൻ പറ്റിയിട്ടില്ല. പക്ഷേ ശിവം ദൂബെയുടെ ഒരു ഇന്നിങ്സ് ഒരു കിടിലൻ ഇന്നിങ്സ് തന്നെയായിരുന്നു. 15 ബോളിൽ 50 എടുത്തു. ഒരു ഇന്ത്യൻ താരത്തിൻ്റെ T20യിലെ 3rd ഫാസ്റ്റസ്റ്റ് 50 കഴിഞ്ഞ മത്സരത്തിൽ 2nd ഫാസ്റ്റസ്റ്റ് 50 നമ്മൾ അഭിഷേക് ശർമ്മയുടെ ഭാഗത്തുനിന്ന് കണ്ടിരുന്നു. ഇവിടെ ശിവം ദൂബെയുടെ അങ്ങനത്തെ ഒരു ഇന്നിങ്സാണ്. അതൊരു കിടിലൻ ഇന്നിങ്സ് തന്നെയാണ്. നമ്മൾ റീസെൻ്റ്ലി ഒന്ന് ശിവം ദൂബെയുടെ ഇപ്പം കഴിഞ്ഞ മാച്ചിൽ അദ്ദേഹത്തിന് ചില സ്പാർക്കുകൾ നമ്മൾ കണ്ടു, ഉഗ്രൻ സിക്സുകൾ കണ്ടു. പക്ഷേ ഈ ഒരു മത്സരത്തിൽ അദ്ദേഹത്തിന് 23 പന്തിലുള്ള 65 റൺസ് എടുത്ത ഇന്നിങ്സ് അടിപൊളിയായിരുന്നു. പക്ഷേ ഒരു അൺഫോർച്ചുനേറ്റ് ആയിട്ടുള്ള റണ്ണൗട്ടായിപ്പോയി. ഹർഷിത് റാണയാണ് അവിടെ ഷോട്ട് എടുത്ത് അങ്ങനെ റണ്ണൗട്ടായി പോകുന്നൊരു സിറ്റുവേഷനാണ്. ഇപ്പം മാറ്റ് ഹെൻറിയുടെ കൈ തട്ടി അപ്പുറത്തെ സൈഡിൽ നിന്ന് റണ്ണൗട്ടായി പോകുന്ന സിറ്റുവേഷനാണ് ഉണ്ടായത്. ഇപ്പോൾ 7ാമനായിട്ടാണ് ഹർഷിത് റാണയ്ക്ക് ഈ ഒരു മത്സരത്തിൽ ഓപ്പർച്യൂണിറ്റി കിട്ടിയത്. പക്ഷേ അദ്ദേഹത്തിന് യാതൊരു വിധത്തിൽ ഒന്നും ചെയ്യാൻ പറ്റിയില്ല എന്ന് പറയുന്ന ഒരു കാര്യമാണുള്ളത്. ഒരു ബോളിംഗ് ഓൾറൗണ്ടർ എന്ന നിലയിൽ അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്നൊരു മോശമല്ലാത്ത രീതിയിലെങ്കിലുള്ളൊരു ഇന്നിങ്സ് പ്രതീക്ഷിച്ചു. പക്ഷേ
ബോളിങ്ങിൽ നിരാശപ്പെടുത്തിയതുപോലെ തന്നെ ബാറ്റ് കൊണ്ടും നിരാശപ്പെടുത്തി. പിന്നെ രവി ബിഷ്ണോയാണ് പിന്നെയും തരക്കേടില്ലാത്തൊരു ഇന്നിങ്സ് നമുക്ക് മുന്നിൽ വെച്ചിട്ടുണ്ടായിരുന്നത് എന്നുള്ളതാണ്. പിന്നെ ഒന്നും ചെയ്യാനില്ല. ശിവൻ ദുബെ പോയപ്പോൾ തന്നെ ഈ ഒരു മത്സരം നഷ്ടപ്പെട്ടു എന്ന് പറയുന്നൊരു സാഹചര്യത്തിലേക്ക് എത്തി. പിന്നെ അവരുടെ ഫീൽഡിംഗ് പെർഫോമൻസും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ആ അഭിഷേക് ശർമ്മയുടെ ക്യാച്ചാണെങ്കിലും സൂര്യകുമാറിൻ്റെ ക്യാച്ചാണെങ്കിലും ആ ശിവൻ ദുബെയുടെ റണ്ണൗട്ടാണെങ്കിലും ഇതൊക്കെ ഗ്രേറ്റ് ആയിട്ടുള്ള ഫീൽഡിംഗ് പെർഫോമൻസ് കൊണ്ട് തന്നെ കിട്ടിയതാണ്. അതുപോലെ ബോളേഴ്സ് എല്ലാവരും ഒന്നിനൊന്ന് മികച്ച പെർഫോമൻസ് തന്നെയാണ് നടത്തിയത്. ഇപ്പം സാറ്റ്നർ 3 വിക്കറ്റ് നേടി, ഇഷോദി 2 വിക്കറ്റ് നേടി, അതുപോലെ ജേക്കബ് ഡഫി 2 വിക്കറ്റ്, മാറ്റ് ഹെൻറി 3 ഓവറിന് 24 റൺസ് വിട്ടുകൊടുത്തുള്ള 1 വിക്കറ്റ് നേടി. അങ്ങനെയൊക്കെയുള്ള നല്ല നല്ല ബോളിംഗ് പെർഫോമൻസും എല്ലാം ഇതായിട്ടുണ്ട്. ഇനി അടുത്ത മത്സരത്തിലേക്ക് വരുമ്പോൾ ഇനിയും എന്തെങ്കിലും ഇതേപോലത്തെ പരീക്ഷണങ്ങൾ കാണുമോ എന്നുള്ളത് അറിയത്തില്ല. ഇനി ലാസ്റ്റ് മാച്ച് സത്യമായി സഞ്ജുവിനെ സംബന്ധിച്ചൊക്കെ ക്രൂഷ്യലാണ്. ഇപ്പോൾ ശ്രേയസ് അയ്യർ ഈ ഒരു മത്സരത്തിൽ കളിക്കുമോ എന്നുള്ള സാഹചര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ എനിക്കൊന്ന് ഈ വേൾഡ് കപ്പ് പ്ലാനിൽ ഇല്ലാത്തൊരു സാഹചര്യത്തിലായിരിക്കാം അയ്യർക്ക് ഒരു ഇതില്ലാതിരുന്നത്. പിന്നെ ഇഷാന് റെസ്റ്റ് ചെയ്യുന്ന സാഹചര്യമൊക്കെയാണ് ഉണ്ടായിട്ടുള്ളത്. ദാറ്റ്സ് ഇറ്റ് ഗേസ്. അപ്പോൾ ഇത്രയൊക്കെയാണ് ഈ ഒരു മത്സരത്തെ പറ്റിയിട്ട് പറയാനുള്ളത്. ഇന്ത്യക്ക് ഒരു പരാജയം നേരിടേണ്ടി വന്നു, അതും ഒരു ഹ്യൂജ് പരാജയം. 50 റൺസിൻ്റെ ഒരു പരാജയമാണ് നേരിടേണ്ടി വന്നത് ഇന്ത്യൻ മണ്ണിൽ. സോ ദാറ്റ്സ് ഇറ്റ്. അപ്പോൾ നിങ്ങളുടെ ഒപ്പം വിചാരിക്കും അബുസമേഷൻ സനിയ.